കണ്ണടിച്ച് കർത്താവിനെ അല്പസമയം നന്ദി പറഞ്ഞ എല്ലാ നാവുകളും ഉയർത്തി. എല്ലാ നാവുകളും അല്പസമയം ഉയരട്ടെ. പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ആരും ഇന്ന് പകൽക്കാലം മൗനമായി തിരിക്കരുത്. ദൈവം പ്രവർത്തിക്കുന്ന പകൽക്കാലം ഇതിനകത്ത് നടക്കുവാൻ എല്ലാ നാവുകളും ഉയർത്തി കർത്താവിന് അല്പസമയം നന്ദി പറഞ്ഞാലേ. അവൻ വല്ലഭൻ, അവൻ ദയയോ എങ്ങുമുള്ളത്. യേശുവല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എങ്ങുമുള്ളത്. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി നിന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റി നിന്നെ കയറ്റി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറയിൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറയിൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ആമേൻ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഉഷമനാരകനാരകനാഥകനെ വൈരശബ്ദാരകനാവൈര ശക്തി അർത്ഥാരകനാവൈര ശബനാരകനഥകനാവൈര ശക്തിരകനാവൈരഥകനെ അർത്ഥാരകനാരകന ശബനാരകനാഥകനാവൈരാരകന ശക്തിരകനാവൈര ശബ്ദ അർത്ഥാനാരകന ശബനാരകനഥകനെ വൈരേരകന ശബനാരകനത്തേരി അർത്ഥാരകനാരകന ശബനാരകനഥകനാവൈരാരകന ശക്തിരകനാവൈരാരകന ശക്തി അർത്ഥാരകനാരകന ശക്തിരകനാവൈരഥകനാവൈര ശക്തിരകനാവൈരകന മാനം ദൂരം ബാലം മക്കൾ വൈഡം ഗൗഡന ഗൗഡന ജീവന ജീവന വൈഡന 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 ജീവന വൈഡന ഗൗഡന ഗൗഡന ജീവന വൈഡന വക്കല വൈഡന ഗൗഡന ജീവന വൈഡന ദുരവര വൈഡന വൈഡം മാന ദൂര ബാന ധീര ബാന ദുഃഖാബന ദൂര ബാന ജീവന വൈഡ വൈഡന വൈഡ ജീവന വൈഡ ഗൗഡന ജീവന വൈഡന ദുരവര വൈഡന ഗൗഡന ഗൗഡന ജീവന വൈഡന രക്തം ജയം രക്തം ജയം രക്തം 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 ജയം രക്തം ജയം രക്തം ജയം അഗ്നി ജയം ദുഃഖാബാന ദൂര ബാന യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ചിരിക്കട്ടെ. ഒരു അഭിഷേകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ ഉള്ളിലാകുന്നവൻ ഒരു മുഴു മനുഷ്യനാകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അളവറ്റ വലിപ്പതിനവൻ ഇറങ്ങുമ്പോൾ ഈ ആളുമാതിരിവനെ പോലെ ആയിത്തീർക്കുവാൻ നിന്റെ ദൈവം ശക്തിയുള്ള ദൈവം തന്നെയാണ്. അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ അഭിഷേകം നിന്റെ ശത്രുക്കളെക്കാട്ടിനെ ബലവാനായി മാറ്റും. നിന്റെ ഉള്ളറകളിൽ വ്യാപരിക്കുന്ന അഗ്നി രോഗബന്ധനങ്ങളെയും ഭൂതങ്ങളെ വെട്ടി മാറ്റിക്കൊണ്ട് ആഭിചാര ഭൂതികളെയും അന്ധകാര ഭൂതത്തെയും വെട്ടി മാറ്റി നിന്നെ മേൽ വ്യാപരിക്കുന്ന തീ നിന്നെ പിടിച്ചു നിർത്തേണ്ടതിന് ശത്രുവിന്റെ പോരുകളെ കുറയ്ക്കുന്ന തീ അഭിഷേകം ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. അഭിഷേകത്തിൽ ഇറങ്ങി വരട്ടെ. അഭിഷേകത്തിൽ ഇറങ്ങി വരട്ടെ. അഭിഷേകത്തിൽ ഇറങ്ങി വരട്ടെ. അഭിഷേക അഗ്നി ഇറങ്ങട്ടെ. അഭിഷേക അഗ്നി ഇറങ്ങട്ടെ. അഭിഷേക അഗ്നി ഇറങ്ങട്ടെ. ഉടബല വൈഡം അഗ്നി യേശുവിന്റെ നാമത്തിൽ വീട് വീടായി പ്രാർത്ഥിക്കുന്നു. വീട് വീടായി പ്രാർത്ഥിക്കുന്നു. സഭയിലെ വീടുകളിൽ പ്രാർത്ഥിക്കുന്നു. ആദ്യമായി കടന്നു വന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വീടുകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഇസബേലിന്റെ ശക്തിയെ വെട്ടി മാറ്റിക്കൊണ്ട് ഇന്ന് പകൽ ഭയപ്പെടുത്തുക. ആരാധനയിൽ ശക്തി വെളിപ്പെടുവാൻ, ആരാധനയിൽ തീയിറങ്ങുവാൻ, ചിലരെ വായുന്ന തീ പുറപ്പെടുവാൻ, മന്ത്രവാദികളെ പൊട്ടിക്കളയുവാൻ, ഇസബേലെ വെട്ടിക്കളയുവാൻ ചിലരെ വായുന്ന ശക്തി പുറപ്പെട്ടു വരട്ടെ. ഏലിയാവിന്റെ വായുന്ന പുറപ്പെടുന്ന തീ അഭിഷേകം ചിലരവിൽ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ. തലമുറയെ തകർക്കാനുള്ള പോരുകൾ ഇന്ന് പകർക്കാലം വെട്ടി മാറ്റുക. അഭിഷേകത്തിൽ ഇറങ്ങിയാൽ പോരുകൾ വെട്ടേറ്റ് വീടുന്നത് ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുകയപ്പോൾ ജയമെടുക്കുന്നവരുമേൽ 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 ഒരസാധാരണ തീ അഭിഷേകം ഇറങ്ങി വരട്ടെ. ഇറങ്ങി വരട്ടെ. അസാധാരണ തീ അഭിഷേകം ഇറങ്ങി വരട്ടെ. ഇറങ്ങി വരട്ടെ. ഉടന ഉടനെ ഉടസ്തംഭം ദീപം ജാലം തരകം രക്തം രക്ത ശിലാരണവ അഭിഷേകത്തിൽ ഇവരെ തകർക്കുന്ന പോരുകൾ വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. അഭിഷേകം ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ. ഇറങ്ങട്ടെ. 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 ശക്തി 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 ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. അഭിഷേകത്തിൽ ഇറങ്ങി വരട്ടെ. ഇറങ്ങി വരട്ടെ. ഏലിയാവിന്റെ പുതപ്പിന്റെ ശക്തി, ഏലിയാവിന്റെ പുതപ്പിന്റെ ശക്തി, അങ്ങനെയാണ് മോശയുടെ വടിയുടെ ശക്തി യേശു കൈമാറുകയാണ്. അഗ്നി ഇറങ്ങട്ടെ. 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 അഗ്നി ഇറങ്ങട്ടെ. 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 ഏത് മേഖലയിൽ വീണ് കിടക്കുന്നോ അതേ മേഖലയിൽ പിടിച്ചെത്തിക്കുവാൻ, ഏത് മേഖലയിൽ വീണ് കിടക്കുന്നോ
മേഖല പിടിച്ചു നിൽക്കുവാൻ ഓ യേശുവിന്റെ നാമത്തിൽ, ഓ യേശുവിന്റെ നാമത്തിൽ, ഓ യേശുവിന്റെ നാമത്തിൽ, ഓ യേശുവിന്റെ നാമത്തിൽ ശക്തി വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ എല്ലാവരും സമർപ്പിക്കുന്നു. അഭിഷേകം, 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 അഭിഷേകം. ഓ റോക്കാവാസി, ഓ ജീസസ്, ജീസസ്, ജീസസ്. അഭിഷേക ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. അഭിഷേക ശക്തി, അഭിഷേക ശക്തി ഇറങ്ങാതെ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. അഭിഷേക ശക്തി ഇല്ലെങ്കിൽ ഇറങ്ങുന്നില്ലെങ്കിൽ ഞാൻ സാധാ മനുഷ്യനാകും. അഭിഷേകം ഇറങ്ങിയാൽ ഞാൻ ദുരിതന്മാർക്ക് തുല്യനാകും, ഞാൻ ശക്തിയാകും, ബലമാകും. എന്നെ തകർക്കുവാൻ ആർക്കും പറ്റത്തില്ല. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഇവിടെ ഇറങ്ങി വന്ന എന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഇന്ന് തന്നെ ഞാൻ കാണും. എന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ നാളെയല്ല, ഞാൻ ഇന്ന് തന്നെ കാണും. എന്റെ ആരാധന തീരുമുൻപായി എന്റെ പ്രിയൻ എനിക്കത് വെളിപ്പെടുത്തും. വചനം വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കും. ആ ശക്തി വെളിപ്പെട്ടു വരും. എല്ലാവരും സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും സമർപ്പിക്കുന്നു. ഒരാൾ വേഗം കടന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. എല്ലാവരും ബൈബിൾ കയ്യിലെടുക്കാം. ഡേവിസ് 1-ാം സങ്കീർത്തനം വായിക്കണം. ഓടിവാ. ആന്റി ആദ്യമായിട്ട് വന്ന ആന്റി മകൻ ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കണം. ഇവിടെ താങ്ക് യു ജീസസ്. ഓ ശഖത്തരനിബി. ഡേവിസ് ആണ് സങ്കീർത്തനം വായിക്കുന്നത്. 1-ാം സങ്കീർത്തനം നമുക്ക് പ്രതി വാക്യമായിട്ട് വായിക്കാം. 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്തു നോക്കുകയും സാധിക്കും. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് ഡേവിസ് UK കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇപ്പൊ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ പോലീസ് അംഗങ്ങളും മകനും വന്നിട്ട് സന്തോഷമാണ് പിള്ളേരെ കാണുമ്പോൾ. പക്ഷെ ഇവരെ കാണാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം തന്നെ. ആദ്യമായിട്ട് കടന്നു വന്നവർ ഏവർക്കും വേഗം വരുന്ന യേശുസ് നാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഒരു കാര്യം മാത്രം ഞങ്ങളോട് ഓർപ്പിക്കുക, യേശു ക്രിസ്തു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ ചോരയുടെ തിളക്കം കൊണ്ട്, ശക്തി കൊണ്ട് നമ്മൾ പലരും സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വിടുവാനുള്ളത് വിട്, എടുക്കാനുള്ളത് എടുക്ക്. പരിശുദ്ധ ആത്മാവ് ശക്തിയാകും. ഒരുതന്റെ തോളിൽ ഭൂതം കയറിയാൽ അവന്റെ ജന്മത്തിലാണ് വിട്ടു പോകത്തില്ല. പാപം ചെയ്യാൻ നമുക്ക് കഴിയും. ആ പാപത്തെ നമ്മളിൽ നിന്ന് മാറ്റണമെങ്കിൽ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. മറക്കെ നമുക്ക് സംസാരിക്കാം, ദേഷ്യപ്പെടാം, തല്ലാം, അടിക്കാം, പൊളിക്കാം, പിടിക്കാം. ഞാൻ ആരെന്ന് അറിയാമോ എന്ന് മറ്റുള്ളവർ ചോദിക്കാം. എന്റെ കൈ പിടിക്കാതെ ആരോഗ്യം നിനക്കുണ്ടോ? എന്റെ അത്ര സമ്പത്ത് നിനക്കുണ്ടോ? എന്നെക്കാട്ടിൽ മിടുക്കനുണ്ടോ? നമുക്ക് വാ കൊണ്ട് പറയാം. മിടുക്കൻ യേശു മാത്രമേ ഉള്ളൂ, വേറെ ഒരുത്തനും മിടുക്കനില്ല. എനിക്ക് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥ മാനസാന്തരപ്പെട്. സമയം കിട്ടുമ്പോൾ എല്ലാം ദൈവത്തെ വന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കൂ. ലോകത്തിന്റെ പോക്ക് ലോകത്തിന്റെ കയ്യിൽ നിന്ന് ഊരി ഊരി പോവുക.
നീ ഞാൻ എവിടെ നിൽക്കുന്നു? ഒന്നാം സങ്കീർത്തനം വായിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ വചനം വായിച്ചാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ ആരാ? മക്കളെ ഒന്നുകൂടെ പറയാമോ? ആരാ? നിങ്ങൾ രാപ്പകൽ ധ്യാനിക്കുന്നവരാണോ? രാപ്പകൽ ധ്യാനിക്കുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കോട്ടെ. ബാക്കിയുള്ളവരില്ല. രാത്രിയോ പകലോ? നിത്യജീവൻ കിട്ടുന്ന ഈ ഒറ്റ ലൈൻ വായിച്ചാൽ മതി. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. രഥം കുതിര മനസ്സിലായോ? വീട്, കൊട്ടാരം, വസ്തുവക, പണം, പിന്നെ മക്കൾ, ഇവരുടെ മേലാണ് നമ്മുടെ മനസ്സ് പതിയുന്നത്. ഇവർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ പാടില്ല. വചനം പഠിപ്പിക്കുന്നത് ധനവാൻ പറഞ്ഞ പണം മാത്രമല്ല, ചിന്തയാകുന്ന ധനവാൻ, സംസാരത്തിന് ധനവാൻ, പാപം ചെയ്യുന്ന ധനവാൻ. ചില ആൾക്കാർക്ക് ധനം പറഞ്ഞ പൈസ ഉണ്ടാക്കുന്ന മാത്രം. അരിമത്തേക്കാർ യോസഫ് അതിഭയങ്കര പണക്കാരനാണ്. യേശു അവനെ കളഞ്ഞിട്ടില്ല. കാരണം അവന്റെ മനസ്സ് അതിലല്ലായിരുന്നു. അവന്റെ ശവക്കോട്ട് യേശുവിനാൻ കൊടുത്തു. സക്കായി അതിഭയങ്കര പണക്കാരനായിരുന്നു. അവന്റെ വീട്ടിൽ യേശു പോയി. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ബിബിഡിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വലിയൊരു ധനവാൻ ഉണ്ടായിരുന്നു. പൗലോസും കൂട്ടനും പോയി നല്ല ദിവസം താമസിച്ചു. അവനൊരു കൈക്കൊണ്ട് 276 രൂപ കൊടുക്കണം. കഴിയാമോ? അദ്ദേഹം കപ്പലിനൊക്കെ സാധനം കൊടുത്തു. അതും പൈസ ഉള്ള ആളായിരുന്നു. അവരുടെ സ്വർഗത്തിൽ പോയ ആൾക്കാരാ. പൈസ ഉള്ളതല്ല വിഷയം, പൈസയിൽ മനസ്സ് വയ്ക്കുക. പിന്നെ 5000 കോടി 50,000 കോടി ഇതൊന്നും നമുക്ക് വേണ്ട. ഉണ്ണുവാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്നിരിക്കാം. നമുക്കത് ആവശ്യം. അതിങ്ങനെ പറയുന്നു. ഒന്നാലേക്ക് എന്താ പറയുന്നു? ഈ കൊതിയും നുണയും കഥയും പറഞ്ഞ് സമയത്തെ വേസ്റ്റ് ആക്കുന്നവനാണ് ഈ ഫസ്റ്റ് ലൈൻ വരുന്നത്. വായിക്കാമോ? നടക്കാതെയും ഈ 3 വിഷയം എന്തുവാ? കൊതിയും നുണയും സമയം പോകുന്നില്ലെന്ന് പറഞ്ഞ് കട തന്നെ പോയിരിക്കുന്നതും, അവനോട് ഇവനോട് കഥ പറച്ച് അപ്പോഴത്തെ വീട്ടുകാരോട് പോയി ഉപ്പുണ്ടോ പുളിയുണ്ടോ മാങ്ങ ഉണ്ടോ തേങ്ങ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം ഈ കൂട്ടരാണ്. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നീ തീരുമാനിക്കുക. ഭൂമിയെ നീ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. വചനത്തിലുള്ള ഓരോ വാക്കുകളും പുള്ളി തെറ്റാതെ സംഭവിച്ചുകൊള്ളും. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ മനസ്സാണ്. മക്കളിൽ പ്രത്യാശ വയ്ക്കരുത്, വസ്തുവകയിൽ വയ്ക്കരുത്, അവിടെ ഇവിടെ വയ്ക്കരുത്. ഒരു വ്യക്തിയിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കരുത്. കാരണം ചുമ്മാ നിൽക്കുന്നവൻ വീഴുന്നു, മരിക്കുന്നു. പിന്നെ എന്നാ പ്രത്യാശ വയ്ക്കാൻ? അവന് വില ഉണ്ട്. പരിശുദ്ധാത്മാ ഉള്ളവന്റെ അകത്ത്, പരിശുദ്ധാത്മാ അവന്റെ അകത്തുണ്ട്. അവൻ വില ഉള്ളവനാ. അവനെ തട്ടിക്കൊണ്ടുപോകാൻ ദൂതന്മാർ വരും. അവൻ ആഴിക്കകത്ത് കിടന്നാൽ അവൻ വലിച്ചെടുപ്പിക്കും. ജീവപുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? ഓർമ്മ പുസ്തകത്തിൽ പേരുണ്ടോ? എന്ത് ചെയ്യും? മാനസാന്തരപ്പെടും, രൂപാന്തരപ്പെടും. ഇന്നത്തെ സഭകൾക്കെല്ലാം ദൈവദാസന്മാർക്ക് പണം മതി, ജനങ്ങൾ വിഷയമല്ല. കാലം വല്ലതായിക്കൊണ്ടിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ ശക്തിയെ നശിപ്പിച്ച് കളയും. പിശാചിനെ കൊല്ലും, നശിപ്പിച്ച് കളയും. നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നശിപ്പിച്ച് കളയും. ബലപ്പെടും, ധൈര്യപ്പെടും. യേശു നല്ല ഒരു അടുക്കുക. അപ്പൊ ഈ കാര്യങ്ങളെ വെട്ടിമുറിച്ച് യവൻ പറയുന്നു അവനാണ് സത്യം. മധുര വാക്കുകൊണ്ട് നിന്നോട് യവൻ വരുന്നു, അവനെ കൊന്നുകളയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണ്ടി. അപ്പൊ ഈ 1-ാം സംഖ്യയുടെ ഫസ്റ്റ് ലൈൻ പറയുന്നത് കൂട്ടുകെട്ട്, ആവശ്യമില്ല സംസാരം,
ആവശ്യമില്ല പോക്കുകൾ, അങ്ങനെ ഇങ്ങനെ കള്ളുകുടി, പുകവലി, ചീത്തകളി, ഈ പരിപാടിയിൽ നിന്ന് പുറത്തു വരണം. പെന്തക്കോസ്തിൽ പലരും കള്ളു കുടിക്കുന്നവരൊക്കെ ഉണ്ട്, അതിലൊന്നും ഞാൻ പറയത്തില്ല. അത് രണ്ടിൽ ഭാഗത്ത് എങ്ങനെയാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ആർക്കാ സന്തോഷം? ന്യായപ്രമാണത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ പ്രാർത്ഥന മുടക്കുമോ? ആരാധന മുടക്കുമോ? ആരാധനയെ ഉപേക്ഷയായി ചിന്തിക്കുമോ? ശക്തി വചനപ്രകാരം ജീവനം വരുന്നില്ലെങ്കിൽ മക്കളെ നീ പരാജയം. ഇപ്പൊ ആ ചേച്ചി ആന്റി പേരെന്തുവാ? പുതിയതായിട്ട് വന്ന പിന്നാലെ മീന. തലയ്ക്കകത്ത് ഭാരമിട്ട് ശരീരത്തെ തളർച്ച തരും. വീട്ടിൽ വരുമാനം വരികയില്ല. അങ്ങനെ വന്നാലും അത് തുറച്ചു പോകും. മൂന്നാമത്തെ അനുഭവം, സ്നേഹിച്ചവർ പോലും ഇപ്പൊ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുക. ശരിയെ തെറ്റോ പറയാമോ ഒന്ന്? ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണും. ആദ്യ പേരെന്ന് വേണ്ടി അറിയാമോ? എവിടെ പൊടിയമ്മ എവിടെ നിന്ന് വരുന്നു? അതെവിടെയാ? പൊന്നലൂരിന്നാ വരുന്നത്. അരിക്കിലെവിടെയാ? നിന്റെ അറിയാമോ? ഇതായാലും മകനാണോ? എന്താ പേര്? പ്രവീണിന്റെ 18 വയസ്സിലെ ബുദ്ധിയെ കെട്ടിയതാ, അവന്റെ ശക്തിയെ കെട്ടി. അവൻ മിടുക്കനായിരുന്നു കൊച്ചുപ്രായത്തിൽ, അല്ലേ? മിടുക്കനായിരുന്നു, പഠിക്കാനും മിടുക്കനായിരുന്നു, കഴിവുള്ളവനായിരുന്നു, കാര്യം ചെയ്യാൻ മിടുക്കനായിരുന്നു. ഇപ്പൊ നീ എന്ത് പറയുന്ന നേരെ ഓപ്പോസിറ്റ് അവൻ ചെയ്യും, അല്ലേ? അവന്റെ 2 കാലം ചലങ്ങിട്ടിരിക്കുകയാണ്. ഇവൻ ഭ്രാന്തനാകണം വേണ്ടി. പച്ച പിടിക്കരുത്, വരുമാനം വരെ. നീ വീട് വിട്ട് ഓടണം. നീ സൗണ്ട് കൂട്ട് പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന ആളാ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തത് ആ ഇറക്കത്തിരിക്കുന്ന വീട്ടുകാർ. മനസ്സിലായോ? ഓക്കെ, ഇനി വായിച്ചു. പിന്നെ എപ്പോഴും നോക്കിക്കോ. ഇനി എണ്ണിച്ച് ഞാൻ കാര്യം പറയാം. ആരും വേണ്ടി ചോദിച്ചാൽ മതി, ഞാൻ പറയാമെന്നേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത്. ആര്? നിത്യം പ്രാപിക്കാനുള്ളവൻ. പരീക്ഷകളുടെ ഇരിപ്പിടത്തിൽ ഇതിൽ എവിടെയെങ്കിലും നിന്റെ കാല് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗമില്ല. നീ ആരുമായിക്കോട്ടെ, എങ്ങനെയുള്ളവരുമായിക്കോട്ടെ, എനിക്കറിയാം. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ഇനി ഉണ്ടാകും. കാരണം ഇനി വരാൻ പോകുന്ന നാളുകൾ കൊടിയ നാളുകളാണ്. ഇനി വരാൻ പോകുന്ന നാളുകൾ കൊടിയ നാളുകൾ. ഫ്ലോറൻസ് ആന്റി ബൈബിള് മൂടിച്ചു എണ്ണിച്ചിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പൊ നിന്റെ മേൽ വരും. എന്നോട് കർത്താവ് അങ്ങനെയാ പറയാൻ പറഞ്ഞു. നിന്നെ ആരോ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഇപ്പൊ പോകും. നിന്റെ വായിന്ന് തീ പുറപ്പെടുന്ന വിധത്തിൽ അവൻ നിന്നെ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എണ്ണ പല എണ്ണ കൊണ്ട്, എണ്ണ എന്ന് പറയുന്നത് തൈലം എന്നാണ് അറിയപ്പെടുന്നത്. അഭിഷേകത്തിന് തൈലമുണ്ട്, രൂപാന്തരപ്പെടുന്ന തൈലമുണ്ട്, കൃപാവരത്തിന്റെ തൈലമുണ്ട്, സുഗന്ധം വിശുദ്ധിയുടെ തൈലമുണ്ട്. വൈകാരി നിനക്ക് നിൽക്കാനും പറ്റത്തില്ല, ഇനി ഇരിക്കാനും പറ്റത്തില്ല. ശക്തി നിന്നെ വലിച്ചു കൊണ്ടുപോകും. യെസ്, വെള്ളത്തിൽ എങ്ങോട്ട് ഒഴുക്കുണ്ടോ ആ സൈഡിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെയല്ലേ? നീന്താൻ പോകുന്നവൻ മുട്ടത്ര വെള്ളം നിൽക്കുന്നതല്ല, അരയുടെ അത്ര വെള്ളം നിൽക്കുന്നത്, അതിലും ജഡത്തിന്റെ ഭാഗമാണ്. നമ്മുടെ തല കവിഞ്ഞു വരുന്ന വെള്ളമാണ് അഭിഷക്തന്മാർക്ക് അനുഭവം. എന്നുവെച്ചാൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന്
ജയിക്കണമെങ്കിൽ നീന്തുവാൻ പഠിക്കണം. അവന്റെ ശക്തി ജെസി വരാമോ? എന്റെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു. ഒരു തീ നിന്റെ തലമണ്ടയിൽ ഇറങ്ങും. ഒരു സഭയിലും ആരും തരാൻ പറ്റാത്ത ഒരു അഗ്നി യേശു നിനക്ക് തരാൻ പോവുകയാണ്. ഞാൻ ആരും തൊടുന്നില്ല, നീ ഇപ്പൊ അത് വാങ്ങും. ഇതുവരെ സഭകളെ തിരിച്ചറിയാൻ ശക്തി വന്നിട്ടില്ല. ഇതുവരെ അഭിഷേകത്തെ മനസ്സിലാക്കാൻ ശക്തി വന്നിട്ടില്ല. ഒഴുക്കുള്ള ഭാഗത്തെ ഒഴുകി പോയി കൊണ്ടിരിക്കുന്നത് അപകടം അധികമല്ലേ? ഇവിടെ തലമണ്ടയിൽ നിന്ന് വെട്ടാനുള്ള വെട്ട്, ചെയ്യാനുള്ള ചെയ്, എടുക്കാനുള്ള എടുക്കാൻ ചെയ്യും. വഹിച്ചോ ഫയർ ഫയർ. പേർവിളിക്കും നേരം കാണും എന്താ ഈ ശക്തിയില്ല, അഗ്നിയുടെ ശക്തി, അഗ്നിയുടെ ശക്തി. ദൂതന്മാരുടെ എടുത്തുകൊണ്ട് പോകട്ടെ, സുബോധം പ്രാപിക്കട്ടെ. പൂർവപിതാക്കളെ മക്കളെ ജീവൻ അന്ത്യശ്വാസം വരെ, എന്റെ അന്ത്യശ്വാസം വരെ എന്റെ അപ്പാക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെങ്കിൽ എന്നെ തകർക്കാൻ ഒരുവനും കഴിയത്തില്ല. മന്ത്രവാദികളെ ഞാൻ കീഴ്പ്പെടുത്തും. ആരോ പറയുന്നു, മന്ത്രവാദികളെ ഞാൻ കീഴ്പ്പെടുത്തും. ശക്തി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നീ സൗഖ്യമായി തന്നെ കൊണ്ടു വരുമ്പോൾ ജീവൻ
നാളിൽ പോയി കർത്താവിൻ വരവും സമീപമായി. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് നാമത്തെ കീർത്തിപ്പാനായി? The fire of Jesus. ആത്മാവിനാൽ ജീവൻ പ്രതീരം രക്ഷകനായി അന്യശ്വാസം വരെ ജീവൻ പ്രതീരം രക്ഷകനായി അന്യശ്വാസം വരെ. ജെസ്സി സിസ്റ്റർ റിക്ക സദാ റൈനോ ഇവിടകത്ത് തീ ഇറങ്ങി വരണം, ഇവിടകത്ത് തീ ഇറങ്ങി വരണം, സഭയിലെ അഗ്നി ഇറങ്ങണം, എന്റെ ജനത്തിനകത്ത് ഉണർവ് വരണം, ഭൂതങ്ങളെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ. ശക്തി ശക്തി നീ നിൽക്കത്തില്ല ഇവിടെ, ഒരു കാറ്റ് അടിക്കുന്നത് പോലെ. ആ മോളെ ഭംഗിയുണ്ട്. യെസ് വെട്ടിവിടെ വെട്ടിവിടെ ഇവളെ വീട്ടിൽ നിന്ന് കൂട്ടങ്ങളെ വെട്ടിവിടെ കറുത്ത ഇരുട്ട് കൂട്ടങ്ങളെ വെട്ടിവിടെ ഈ സഭയിൽ നിന്ന് ഇവരെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇവരെ വീട്ടിനകത്ത് മരണം അനുകരിക്കാൻ. 3 പേര് കൂടി വെച്ച് പോരുകളെ ഞങ്ങളെ പോലെ പണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പൊ റാഞ്ചിട്ടേക്കുവൻ കർത്താവിന്റെ വേല നിർമ്മിതരവനെ പറഞ്ഞുകൊണ്ട് വീട് തകർത്ത് നശിപ്പിക്കാൻ ഉണ്ടാക്കി വെച്ച പോരുകൾ വെട്ടിപിടിക്കുക. എന്റെ അപ്പ തൊഴിയ നാമത്തെ കീർത്തിപ്പാനായി ശക്തികരിക്കാൻ യാത്ര ചെയ്യാൻ നോക്കി കയ്യാലെ പിടിച്ചു വലിക്കുന്നു. അവന്റെ ശക്തി നിന്നെ Thank you. Esa voz decide su nel ribasa kaparanivi. ഈ തീയുടെ ശക്തി, ഈ അഗ്നിയുടെ ശക്തി നിന്റെ മകളുടെ ഉച്ചം തലമുറ ഉള്ള കാലം ഇറങ്ങി നീ ഇവളോട് ഇപ്പൊ സംസാരിക്കണം. ശക്തി വരുന്നുണ്ട്. യേശു പറഞ്ഞു ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ശക്തി വാങ്ങിക്കോ. ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. യേശുവിന്റെ മേലും അവളുടെ മകളുടെ മേലും ഒരു ഭയങ്കര അസാധാരണ തീയഭിഷേകം ഇറങ്ങട്ടെ. ഇവരുടെ വീട് മരണം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന 3 കൂട്ടം മന്ത്രവാദത്തിന്റെ ഞാൻ അർത്ഥപ്പെടുന്ന ഈ സമയത്ത് വീട് താല്പര്യം വിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്ത്രീയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പോരുകൾ. ശക്തി ഇറങ്ങട്ടെ. ശക്തി
അപ്പ നിന്റെ ശക്തി, അപ്പ നിന്റെ ശക്തി അമ്മയുടെ മകളുടെ മേൽ ശക്തി തെളിക്കട്ടെ. ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. ആരുള്ള കേട്ടത് അവർക്കെല്ലാം എന്തിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൽ സ്നേഹം മനോഹരമേ. എന്തിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വഴിപ്പറിയിലെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വഴിപ്പറിയിലെഴുതോ. സാധ്യമാകോ പതിനായിരത്തിൽ നല്ലൊരംശം ചൊല്ലിടുവാൻ സാധ്യമാകോ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകളും നെടുമോട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകളും നെടുമോട്ടും നിഷേധിക്കാതെ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഏസപ്പ മിനിസ്ട്രിന്റെ മേൽ ഈ തീ അഭിഷേകം ഇറങ്ങുമ്പോൾ അവിടെ മകളുടെ മേൽ അഗ്നി ഇറങ്ങുവാൻ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നിന്ന് മുഖപ്രകാശത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പോരുകളെ ഞാൻ വെട്ടിക്കൊണ്ട് വീടിന്റെ അകത്തും പുറത്തും നിരാശയിട്ട് ഇവരുടെ ഭാവിയെ തകർക്കുന്ന പോലെ ഞാൻ വെട്ടിവിടുകയാണ്. അവർക്ക് എവിടെ കഴിയുമ്പോൾ ആരാധിക്കാൻ ആലോചിച്ചോട്ടെ. എന്നാൽ ഒരു ഭൂതം ഒരു തട്ടിക്കൊണ്ടു പോകരുത്. അതിന്റെ മേൽ ഒരു തീ അഭിഷേകം ജെസിയുടെ മേൽ ഇറങ്ങട്ടെ. അഗ്നി ഇറങ്ങട്ടെ. ശക്തി വെട്ടിവിടെ വിടില്ലേ. ഓടാളകൾ കിട്ടുന്നു മരണപ്പിച്ചാതെ. കുഞ്ഞുങ്ങളെ ബുദ്ധിയെ കെട്ടാമെന്ന പോരുകൾ, പഠിക്കാൻ വിടാതെ ബുദ്ധിയെ കെട്ടിവെക്കാമെന്ന പോരുകൾ 3 പേര് കൂടി ഉണ്ടാക്കി വെച്ച് 1.5 മാസത്തെ വെല്ലുവിളി ഞാൻ മുറിക്കുന്നപ്പോൾ മുറിക്കുക. പോട്ടെ തട്ടി വിട്. ശക്തി പോയി, ശക്തി ഇല്ല. ഇപ്പൊ എണ്ണ പോയി. എണ്ണ കുറഞ്ഞത് കൊണ്ട് വർദ്ധിക്കട്ടെ, ശക്തി വർദ്ധിക്കട്ടെ, ശക്തി വർദ്ധിക്കട്ടെ, ശക്തി വർദ്ധിക്കട്ടെ, ശക്തി വർദ്ധിക്കട്ടെ, ശക്തി വർദ്ധിക്കട്ടെ. ശക്തിക്കാണ് വില, ശക്തിക്കാ വില. യേശു ശക്തി ഉള്ളവനെ മാനിക്കത്തുള്ളൂ. ശക്തിയില്ലാത്തവൻ ആർക്ക് വേണം? യെസ് യെസ്, ശക്തി ശക്തി
കയ്യടിയ ശക്തിയല്ല, ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ ശക്തി പ്രാപിച്ചിട്ട് ജെറുസലേം, യഹൂദിയ, സമര്യ ലോകത്തിന് അറ്റത്തോളം പോകാൻ യേശു പറഞ്ഞു. താങ്ക് യു സിസ്റ്റർ. എന്നാ സംഭവിച്ചു പറയാം. കർത്താവിന്റെ മുന്നിൽ വന്നിട്ട് എന്റെ സമാധാനം എനിക്ക് തരണം. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തറിയാമോ, സുവിശേഷ വേല എങ്ങനെ ചെയ്താൽ മതി അങ്ങനെയല്ല. ഞാൻ കൂട്ടാൻ എങ്ങനെ വെക്കാൻ പറ്റുമോ? പറ്റുമോ സിസ്റ്ററെ? അവിയൽ കൂട്ടാൻ എങ്ങനെ വെക്കാൻ പറ്റുമോ? മീൻകറി എങ്ങനെ വെക്കാൻ പറ്റുമോ? ഉപ്പിന് പകരം പഞ്ചസാര ഇടാൻ പറ്റുമോ? ചേർക്കാനുള്ളത് ചേർത്തേ പറ്റത്തുള്ളൂ, അല്ലേ? ചേർക്കാൻ പാടില്ല. നിങ്ങൾക്കൊന്നും മൈനസ് പോയിന്റ് അവിടെയാണ്. ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് അറിയാമോ, എങ്ങനെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാന്ന്? യേശു പറഞ്ഞ ശക്തി പ്രാപിച്ചതിന് ചെയ്യാവൂ. ശക്തി പ്രാപിക്കാത്ത കർത്താവിന്റെ വേല ചെയ്ത പിശാച് ഇവനെ കൊല്ലും. നിങ്ങൾക്ക് വേണ്ട ശക്തിയാണ്. കാരണം നിങ്ങളുടെ 3 വീട്ടുകാരെന്നാണ് ഒതുക്കി എവിടേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുടക്കിയത് 16,000 രൂപ മുടക്കാൻ അവർ ആഭിചാരം ഒപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയാം, ചായ വാങ്ങി തരത്തില്ല, നിനക്ക് വേണ്ട ആയിരങ്ങൾ മുടക്കും. വസ്തു വെച്ച് മന്ത്രാഞ്ച് കൊല്ലാൻ റെഡിയാണ്. കുഞ്ഞിന്റെ മുഖത്തിന്റെ പ്രകാശം എന്താണ്? നമ്മളെ കൈ നമുക്ക് ഇവിടെ ഈ പോക്കാണെങ്കിൽ കുറെ കഴിവുകൾ പറഞ്ഞ് ഞാൻ പഠിക്കാൻ പോകുന്നില്ലെന്ന് പറയും. അവരങ്ങനെ ആക്കി തീർക്കും. കാരണം പിള്ളേർ പച്ച പിടിക്കുന്ന ശത്രുക്കൾക്ക് അറിയാം. നമ്മുടെ സഭയ്ക്ക് വന്നാലും വന്നില്ലെങ്കിൽ എനിക്ക് വിഷയമൊന്നുമല്ല, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിത്യജീവൻ പ്രാപിക്കാണോ എന്റെ കൂടെ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അല്ല മാങ്ങാക്കി തേങ്ങയ്ക്കുള്ള ആളൊന്നും ഇവിടെ വരത്തില്ല. നിത്യജീവൻ പ്രാപിക്കാണോ ഇവിടെ വരും. ഞങ്ങൾ ആരെയും മധുര പലഹാരം കൊടുക്കത്തൊന്നും മുറിച്ചേ പറയത്തുള്ളൂ. ഒരു കുഴപ്പമില്ലല്ലോ. സഭ ചോദിച്ചു നോക്കി, ഈ സഭയ്ക്കകത്ത് ഞാനോ എന്റെ കൂടെ ഉള്ളവരോ കമ്മിറ്റി ആളോ ഞങ്ങൾ ആരെ വീട്ടിൽ പോയി 100 കടം മേടിക്കാൻ ഞങ്ങൾ പോകാറില്ല. വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഞങ്ങൾ ഒരുത്തരം ഞങ്ങൾ പോകാറില്ല. ആ പരിപാടിയില്ല. ആരെ വീട്ടിൽ പോയി 10 മണിക്ക് പോയി കുത്തിയിരിക്കാറുമില്ല. നമുക്ക് സമയമില്ല. 10 മിനിറ്റ് കിട്ടിയ ഒരു വീട്ടിൽ കയറി കത്തുന്നതിന് സമാധാനം. നമ്മുടെ കൈ എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ കൈ നമുക്ക് ഇവിടെ പറഞ്ഞത്. അതിന്റെ 4-ാമത്തെ ലൈൻ വായിക്കണേ, 1-ാം സങ്കീർത്തനത്തിന്റെ. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവരെങ്ങനെ കാറ്റ് അറിയാമോ? കാറ്റടിക്കും, ചില പറക്കാൻ തുടങ്ങും വേസ്റ്റുകൾ. അത് ഇവിടെ കിടക്കാനാ ഇഷ്ടം, കിടക്കുന്ന അവിടെ ആയിരിക്കും. ഇത് ഭയങ്കര സംഭവമാണ്. നിങ്ങൾ വളരെ മനസ്സിലാക്കി ജീവിക്കണം. അവരതുപോലെ ആകും. അവന്റെ ഇഷ്ടം ഒന്നും നടക്കത്തില്ല, എല്ലാം തോൽവിയായിരിക്കും. മോളെ നിനക്കൊരു വിറയൽ പോലെ ഇപ്പൊ വരും, നിന്റെ പേരിൽ അഗ്നി പിറങ്ങും. വാങ്ങിക്കോ. ഞാൻ നിന്നെ ഒരിക്കലും തൊടുകയില്ല. ജയശേഷം നീ വാങ്ങിക്കോ. നിൽക്കാൻ പറ്റുമെന്നില്ല, നിനക്ക് നിൽക്കാൻ ആരോഗ്യമുണ്ട് നെല്ല്. ഞാൻ കത്താക്കുന്നതിന് സ്പെഷ്യലായിട്ട് വാങ്ങുക. ഡാഡി, ഈ കുടുംബം നിന്റെ പെട്ടകത്തിനകത്ത് തന്നെ ഇരിക്കണം. ശക്തി വരട്ടെ. വാങ്ങ്. തൊട് 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 അപ്പ തൊട്. അപ്പ നീ തൊട്. നീ തൊട്. നീ തൊട്. ശക്തി 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 ശക്തി. ഇറങ്ങട്ടെ 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 ഇറങ്ങട്ടെ. പവർ 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 പവർ. മോളെ വാങ്ങ്. യേശുവിന്റെ തലയിൽ കൈവയ്ക്കുന്നു. യേശുവിന്റെ തലയിൽ കൈവയ്ക്കുന്നു. അപ്പ നിന്റെ തലയിൽ കൈവച്ചാൽ ഒരു ചൂട് തട്ടും. ആ ചൂട് നിന്റെ കാറ്റിൽ ഇറങ്ങും. നിന്റെ ശരീരം മുഴുക്ക വ്യാപരിക്കും. ശക്തി. യെസ്.
തുടിപ്പും നീയല്ലോ എന്നപ്പാവും നീയേ എന്നമ്മാവും നീയേ എന്നീതയ തുടിപ്പും നീയല്ലോ ശക്തി പറഞ്ഞോ ജനിച്ചു വാങ്ങ ചിലതമ്മിൽ അഗ്നി തെറിച്ചു വരും. വചനം പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ വരെ അടയാളം. എന്തു അടയാളം? അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഈ അഭിഷേകം ആർക്ക് വേണമെങ്കിൽ ഓടി പൊട്ടി വരാം. ഈ ശക്തി വേണമെന്ന് മാത്രം. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ ഫസ്റ്റ് പറയുക, എടാ എന്റെ അഭിഷേകമുള്ള ചെയ്യുന്ന ആദ്യത്തെ അടയാളം ഭൂതത്തെ തലയെ ചവിട്ടി മറിക്കുമെടാ. ഭൂതത്തിന് മേലെ അധികാരം കൊടുക്കും. ഭൂതത്തിന് മേലെ അധികാരം കൊടുക്കുമ്പോൾ അവന്റെ വായിന്ന് തീ പുറപ്പെടും. അവന്റെ വായിന്ന് തീ പുറപ്പെടുമ്പോൾ അവന്റെ ശത്രുക്കൾ താഴെയാകും. മന്ത്രവാദികളെ കൊന്നുകളയുന്ന ഏലിയാവിന്റെ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകരുവ കൈമാറുകയാണ്. ഓ അപ്പാ എനിക്ക് ജയിക്കണം. ആരോ പറയുന്നത് എനിക്ക് ജയിക്കണം. എന്റെ മക്കളെ എനിക്ക് വളർത്തണം. എനിക്ക് ദൈവം വച്ചിട്ടുള്ളത് ഞാൻ തന്നെ അനുഭവിക്കണം. ദൈവം എനിക്ക് തരുന്നത് ഞാൻ തന്നെ അനുഭവിക്കണം. ദൈവം എനിക്ക് തന്നത് ഞാൻ പിതാവിന് വിട്ടു കൊടുക്കത്തില്ല. ആരാത്? ശക്തി 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 വെട്ടിവിടെ വെട്ടിവിട മരണച്ചതികള് മരണച്ചതികൾ. അഭിഷേകം അഭിഷേകമേ ഈ അഭിഷേകം അഭിഷേകമേ അഭിഷേകം അഭിഷേകമേ അഗ്നി അഭിഷേകം അഭിഷേകമേ. നീ എന്റെ ഉള്ളിൽ തീ അഭിഷേകം ഇറങ്ങി വന്നാൽ എന്റെ ശത്രുക്കളെല്ലാം താഴെയാകുമേ. എന്റെ ഉള്ളിൽ അഗ്നി ഇറങ്ങി വന്നാൽ എന്റെ ശത്രുക്കളെല്ലാം താഴെയാകുമേ. ഏലിയാവിന്റെ ദൈവമേ അഭിഷേകത്തിന്റെ ദൈവമേ. ചിലർ അവരവരുടെ മൂലയ്ക്ക് പതുങ്ങിയിരിപ്പുണ്ട്. കുടുംബം തട്ടി പോകാതിരിക്കാൻ വേണ്ടി ചിലർ മൂലയ്ക്ക് പതുങ്ങിയിരിക്കും. പിന്നത്തെ വിളിച്ചു പറയും അവിടെ നിന്നോ ഇവിടെ നിന്നോ പ്രാപിക്കാവുന്നവർ ഓടി വന്നാട്ടെ ശക്തിക്കായി. കാലം കഴിയുന്നു ഏലിയാവോട് കത്താ ചോദിച്ചു. ഏലിയാവെ കുഹയ്ക്കകത്ത് നിനക്കെന്നാണോ ചോദ്യം? അവിടെ ഏലിയാവൻ ഞാൻ അഭിഷേകം തന്നതല്ലേ? എന്റെ അഭിഷേകത്തെ വാങ്ങി നീ കുഹയ്ക്കകത്ത് എന്നെ പരിപാടി? കുഹയ്ക്കകത്ത് എന്നെ പരിപാടി നിനക്കവിടെ?
ഗുഹയ്ക്കകത്ത് പുറത്തു വരണം നീ. അഭിഷേകം പാറകളെ ഉടയ്ക്കുന്ന ചുറ്റുകയാ. നടക്കരുത് നീ. ശക്തി നിന്റെ മേൽ വരുമ്പോൾ ആരോ ഏറ്റെടുക്കുന്നത് പറയട്ടെ. ശക്തി നിന്റെ മേൽ വരുമ്പോൾ ഉറപ്പാച്ചിലത് താഴെയാകുമേ. പ്രാപിച്ചോ നിന്റെ മകനെ മടക്കി തരുമെന്ന് പറയുന്നു. നീ പറഞ്ഞില്ലെങ്കിലും കർത്താവിന്റെ വേല ചെയ്താൽ മതിയെന്ന് അവൻ അതുപോലെ ആക്കി തീർക്കും. ഭ്രാന്തനെന്ന് വിളിച്ചവന്റെ വീട്ടിലേക്ക് ശുശ്രൂഷിക്കാൻ പോകാൻ പോകുന്നത്. നിന്റെ മകനെ എവൻ ഭ്രാന്തനെന്ന് വിളിച്ചോ അവരെ വീട്ടിലാണ് ശുശ്രൂഷ തുടങ്ങാൻ പോകുന്നത്. നിന്റെ കൈ കൊണ്ട് മന്ത്രവാദികളെ കൊല്ലും. നിന്റെ കൈ കൊണ്ട് നിന്റെ വായിലെ പുറപ്പെടുന്ന തീ കൊണ്ട് മന്ത്രവാദികളെ നീ കൊല്ലും. അഭിഷേകത്തീ ശക്തി ഏലിയാവിന്റെ ദൈവത്തിന്റെ നീ എത്ര വലിയവൻ, നിന്റെ ശക്തി എത്ര വലിയത്. അതിമകൻ പവർ ഇതുവരെ വാങ്ങാത്ത തീ സ്വന്തമാക്ക്. ഇത് ഏലിയാവിന്റെ ദൈവത്തിന്റെ തീ. മന്ത്രവാദികളെ കൊല്ലട്ടെ, ദാരിദ്ര്യം ഒഴിയട്ടെ. Thank you. അച്ഛാ കൈ നീട്ടിപ്പിടി. അവനെങ്ങനെ യേശുവിന്റെ നാമമേ എൻ ആത്മാവിൻ ഗീതമേ. അച്ഛാ നിന്റെ ഹാർട്ട് ഒരു തീ ഒന്ന് ഇടിക്കും. ഇപ്പോൾ ഇടിക്കും അങ്ങനെ.
ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ ഒന്ന് ശ്രദ്ധിക്കണേ, എന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നാൽ സുജാതേ ആ ഓമനെ വിളിച്ചൊന്ന് ഇവിടെ വന്നിക്കാമോ? കൈയെ പിടിച്ചുകൊണ്ട് അല്ലെ വരത്തില്ല, കൈ വലിച്ചുകൊണ്ട് വരണം അല്ലെ വരത്തില്ല. ഇങ്ങനെയാ വരുന്നത്, കൈ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ കൊണ്ടോ ഫ്രണ്ട്, കുഞ്ഞിന്റെ കല്യാണം നടന്ന സമയമായി. ഇവിടെ ഒന്ന് ഫ്രണ്ടിൽ നിൽക്കാനുള്ളൂ. മക്കളെ കെട്ടിക്കുന്നവര് പിന്നലെ പോയി നിൽക്കുന്നത് കേൾക്കുന്നില്ല. ഇവിടെ യേശു പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, എടാ നഷ്ടപ്പെട്ടു പോയ മടക്കി കൊടുക്കുന്ന ഞാൻ ഒരുത്തനേ ഉള്ളൂ. ആണ് ഏറ്റെടുക്കുന്നു. ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കി കൊടുക്കുന്ന ഞാൻ ഒരുത്തനേ ഉള്ളൂ. അമ്മച്ചി നമുക്ക് ദീർഘായുസ്സും തൃപ്തി വരുത്താൻ പോവുകയാണ്. ആരും അറിയാതെ എന്നെ ശക്തി ശക്തി വരട്ടെ. പരിശുദ്ധാത്മാവേ, ഇത് ഏലിയാവിന്റെ ദൈവം ചിലതിനെ കീഴ്പ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ വലതുഭാഗത്ത് വല വീശി പറഞ്ഞതുപോലെ നീ ചിലത് കീഴ്പ്പെടുത്തി. ശക്തി ഉടക്കരയിൽ കിടന്നവനോട് എടുത്തുകൊണ്ടുപോന്ന് പറഞ്ഞതുപോലെ എന്റെ വിഷയത്തെ ഞാൻ എടുക്കുന്നത് Thank you. Mala Bensi, please come. What do you feel? അകത്ത് ഒരു ചൂടുണ്ട്. മക്കളെ, നിന്റെ അഭിഷേകത്തെ കളയരുത്. നിന്റെ അപ്പനും അമ്മയെക്കാട്ടിലും 10 ശക്തിയുള്ള അഭിഷേകമാണ് ഞങ്ങൾ കൈമാറാൻ പോകുക. റെഡി 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 പറഞ്ഞോ? റെഡിയാണോ? ഇതാ വാങ്ങണേ. உம்மை நினைக்கும் போதெல்லாம் நெஞ்சாலிடுதையா நன்றி உம்மை நினைக்கும் போதெல்லாம் நெஞ்சமகிழுதையா நன்றி 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 ராஜா நன்றி യേശുരാജാ. ഒരു അസാധാരണ തീ നിന്നെ മൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇൻപ കാറ്റ് നിന്നെ മൂടിക്കൊണ്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്നെ ഞാൻ വാലിലെ തലയാക്കും. നിന്റെ അപ്പന്റെയും അമ്മയുടെയും വീട്ടുകാരിൽ വെച്ച് ഞാൻ നിന്നെ ഉയരത്തിൽ കൊണ്ട് നിർത്തും. അതവർ കാണും. അവരെ കൈകൊണ്ട് നിന്നെ സാഷ്ടാംഗം വീണ് ഞാൻ നമസ്കരിപ്പിക്കും. അപ്പോൾ ഞാൻ യഹോവ എന്ന് നീ അറിയും. പിടിയില്ലേ തന്നു.
Power! അഭിഷേകം ഇദ്ദേഹത്തോട് നീ എന്താ പറയാൻ പോകുന്നത്? നിന്റെ 18 വയസ്സിൽ തുടങ്ങിയ ചതിയിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ യഹോവയെന്ന് നീ അറിയും. നിന്നെ പരിഹസിച്ചവരെ മുൻപിൽ വെച്ച് എന്റെ പുസ്തകം നിന്നെ മാനിക്കാൻ നോക്കും. നിന്നെ നിന്ദിച്ചവരെ മുൻപിൽ വെച്ച് എന്റെ വചനം നിന്നെ ഉയർത്താൻ തുടങ്ങും. നീ എനിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അറിയും. താങ്ക് യു. പരിശുദ്ധത പറയും, നഷ്ടപ്പെട്ടു പോയ വസ്തുവയസ് മടക്കി തരും. നിങ്ങളെ കൊല്ലുവാൻ വേണ്ടി നീ 30 വർഷമായി അനുഭവിക്കുന്ന വേദനയ്ക്ക് മറുപടി ഇന്ന് യേശു കുറിച്ചിടാൻ പോകുക. അഭിഷേകമില്ലാതെ ആരാധനയ്ക്ക് പോകരുത്. വചനം കേട്ട് വീഴ്ന്നു പോകരുത്. ശക്തിയില്ലാത്ത വചനത്തിന് ഒരു വിലയുമില്ല. ശക്തിക്കാണ് വില. ശക്തിയുള്ള വചനം, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് വിലയും നിലയുണ്ട് അല്ലേ? നീ എന്ന് ചുരുണ്ടുകൂടി കിടക്കുന്നോ? തളർവാദ രോഗിക്ക് വല്ലതും വില കിട്ടുവോ? അദ്ദേഹം ജോലിക്ക് വിളിക്കുവോ? അദ്ദേഹം കല്യാണത്തിന് വിളിക്കുവോ? ആരെയും അദ്ദേഹത്തെ കൂടെ ഒന്ന് ഇരിക്കുവോ? ഇല്ല. ആരോഗ്യമുള്ളവരെ വിളിക്കത്തുള്ളൂ. ഇതുപോലെ ശരീരം കൊണ്ട് കാര്യമല്ല, വചനം കൊണ്ട് കാര്യമല്ല, വചനത്തിൽ ശക്തിയുള്ളതിനാണ് കാര്യം. അതായത് ശക്തി പ്രാപിക്കണം. വചനത്തിൽ ശക്തിയാകണം നിങ്ങൾ. ഇവന്റെ മേൽ ഒരു തീ മഴ. ബ്രദർ വാങ്ങ് ശക്തി. വിവാഹം തടഞ്ഞു വെച്ചതും വിവാഹത്തിന് വന്നവരെ കൊതിനുണ തട്ടിക്കളഞ്ഞതും ജീവിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞതും നന്മയെ വിഴുങ്ങിയതും യേശു എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സർപ്പക്കാവുകളെ മുറിച്ചു മാറ്റിക്കൊണ്ട് അവനെല്ലാം പുതിയതാക്കുന്നു. അച്ഛാ, നിന്റെ തോൽവി നിന്റെ ഭാര്യ മക്കളെ നീ മാനസാന്തരപ്പെടുത്താതെ പോകുന്നതാണ്. നിന്നെ പോലെ അവരിങ്ങനെ ആരാധിക്കുമെങ്കിൽ എന്നേ നിന്റെ വീട് ഞാൻ സൗഖ്യമാക്കുമായിരുന്നു. ഇവരെ വീട്ടിൽ ഞാൻ ഇന്നോടെ തീരുമാനം വരുത്തുന്നു. അഭിഷേകമല്ലാത്ത അന്യപൂരുകൾ ഇവിടെ തലയിൽ നിന്ന് വെട്ടിവിടുന്നു. എന്റെ മകനെയും പിള്ളേരെയും ഇവിടെ വലിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞവരെ വായൻ അവസ്ഥ വന്നു. ഇത് തീ അഭിഷേകം. ഇത് ജഗത്തിന്റെ മോശം. നിന്റെ കൂടാതെ Thank you, Jesus. The power of Jesus, mighty name. The power of Jesus, mighty name, mighty name.
ഈ അഭിഷേകം ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ശക്തി എന്റെ ഭർത്താവ് നേടുവാൻ മക്കൾ ദീർഘായുസ്സോടെ ജീവിക്കുവാൻ അവരുടെ മേൽപ്പറവുകൾ ഓക്കെയാകുവാൻ ഒരു ദൂതസംഘം വരും. നീ ഇപ്പൊ നിൽക്കുന്നത് വെള്ള ആകാശത്തിലാണ്. അവിടെ ദൂതസംഘം വരുന്നു. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ തൊട്ടു അപ്പ തൊട്ടു തന്നെ തൊട്ടു തൊട്ടാണ്. ആരെങ്കിലും വരാം, ആരെങ്കിലും വരാം, ആരെങ്കിലും തികച്ചു സ്വർഗമേ തികച്ചു സ്വർഗമേ പറഞ്ഞിടും ഞാൻ എന്റെ പ്രിയന്റെ മുട്ടിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാലെന്റെ പ്രിയന്റെ മുട്ടിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ കാണും ഇവന്റെ പ്രതിമാണിക്കം തെളിയുന്നില്ല ഞാൻ, ഇതന്നെ പ്രതിമാണിക്കം തെളിയുന്നില്ല ഞാൻ. ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. അഭിഷേകം
ജീവിച്ചിരുന്നു സുന്ദരനാം അവനെ പിരിഞ്ഞിരുന്ന യാത്ര സാരക്കാരെ വാരിക്കുന്നു വത്സവൻ പ്രതി മാണിക്കം വേദിയുമില്ല ഞാൻ ദീപന്റെ പ്രതി മാണിക്കം വേദിയുമില്ല ഞാൻ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കോടിയോടെ മാറി വീഴ്ച ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കോടിയോടെ മാറി വീഴ്ച ശക്തി നിന്റെ ചിന്തയല്ല എന്റെ ചിന്ത, നിന്റെ വിചാരമല്ല എന്റെ വിചാരം. എന്റെ വിചാരപ്രകാരം യവൻ ജീവിക്കുന്നു അവനെ ഞാൻ ഉയർത്തും. എന്നെ ആരാധിക്കുന്നവനെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. ആരോ ഏറ്റെടുത്തിട്ടുണ്ട്, ആരോ ഏറ്റെടുത്തിട്ടുണ്ട്. ഡാഡി പറയുക, എന്നെ ആരാധിക്കുന്നവന് ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും ശത്രുവിന്? ആരാധന കൂടുന്നവരും ദൈവസ്നേഹം വർദ്ധിക്കാറുണ്ട്. ഈ അഗ്നി, ഈ തീ, ഈ ശക്തി, അനുഭവി 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 അനുഭവി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ കിട്ടിയ അഭിഷേകം ഇങ്ങനെ കൈമാറി. ആമേൻ 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 ആമേൻ. പവർ പവർ. ഇത് കാട് കത്തിക്കുന്ന തീയേക്കാട് ഇത് മലകളെ ഉടയ്ക്കുന്ന തീ, പാറകളെ ഉടയ്ക്കുന്ന തീ, ഭൂകമ്പം ഉണ്ടാക്കുന്ന തീ. ഇത് കൊടിയ കാറ്റ്, ചെങ്കടലെ കീറുന്ന തീ കൈമാറിയിരിക്കുക. നഷ്ടപ്പെട്ടു പോയ മേഖല എത്തിപ്പിടിച്ചു. നിന്നോട് മുൻപ് വെളിപ്പെടുത്തിയത് പോലെ ഒരുതനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത മേഖലയിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇത് എന്റെ ബലമെന്ന് നീ പറഞ്ഞാൽ നീ തവിട് പൊടിയാകും. എന്റെ ദൈവം എന്ന് നീ പറയുമെങ്കിൽ എന്നേക്കും നിനക്ക് സ്ഥിരമാകും. ഓക്കെ, പുതിയ ശക്തി അനുഭവിക്കാൻ സാധിച്ചു. ശരീരത്തിൽ പുതിയ ബലം ശക്തിയെ അനുഭവിക്കുന്നത് ഇനി ശുശ്രൂഷിക്കുന്നതാണ്. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തി എനിക്ക് രൂപപ്പെട്ടത്. ഇനി ഒരാളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വന്നില്ലെങ്കിൽ ഞാൻ വിടുകയില്ല. കേട്ടല്ലോ, ഒരു വീട്ടിലത്തെ 3 ആരാധനയാണ്. ആരാധന ഒന്നേ ഉള്ളൂ, അത് ജീവനുള്ളവൻ ആരാധിക്കണം. മനുവേ അറിയാമോ, നമ്മുടെ തീർമാനം ഞാൻ ഒരു ദിവസം ജീവിച്ചാലും ജീവിക്കുന്ന ദൈവം ഒറ്റനേ ഉള്ളൂ. അവനാ ജീവനുള്ളവൻ.
എൻ്റെ നെഞ്ചിലെ പലപ്പോഴും ഇങ്ങനെയൊക്കെ പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് കൊളസ്ട്രോൾ അധികമായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഡാഡിയെ ചോദിച്ചു എന്ത് ചെയ്യണം. ഒറ്റ വാക്ക്, എൻ്റെ കൃപ നിൽക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ആരുമായിക്കോ, കറുപ്പോ വെളുപ്പോ ചുവപ്പോ അതൊന്നും എനിക്ക് അറിയത്തില്ല, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ യേശുവിന്റെ മുൻപിൽ 2 തുള്ളി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഇതിനകത്ത് ഇരിപ്പുണ്ടാക്കി നിന്റെ തലയിലെ രോമം പോലും നഷ്ടപ്പെട്ടു. അത് ഉറപ്പാണ്. മരണം നിനക്കല്ല, നിന്റെ വീട്ടിലല്ല, നിന്റെ ശത്രുവിന്റെ വീട്ടിലാ ഞാൻ കൈമാറുകയാ. ആരോ ഭയമെടുക്കുന്നു. യെസ്, ദാരിദ്ര്യം നിനക്കല്ല, നിന്റെ ശത്രുക്കൾക്കാണ്. നിന്റെ മക്കളെ അവൻ കഴുകന്മാരെ ചിറകുപോലെ ചിറകടിച്ച് ഏറ്റെടുക്കുന്ന മക്കൾക്കാകട്ടെ. ചിറകടിച്ചടിച്ച് ഉയരട്ടെ. രോഗക്കെട്ടുകൾ ഒഴിയട്ടെ, ഭൂതക്കെട്ടുകൾ ഒഴിയട്ടെ, ബന്ധനങ്ങൾ മുറിയട്ടെ. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ആരും ആമേൻ പറയുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ആ വചനം നിവൃത്തിയായി വരട്ടെ. സമർപ്പിക്കുന്നു. ഇനിമേൽ അസ്ഥിക്ക് വേദന വേണ്ട, ചെസ്റ്റ് പെയിൻ വേണ്ട, കുത്തിപ്പാക്കുന്ന വേദന വേണ്ട. യഹോവ ശാലോം, നിനക്ക് സമാധാനം. ഓക്കെ, ഒന്നില്ലെങ്കിൽ അമ്മമ്മേ കഥവ് ആരും ഒന്ന് മുട്ടിയാൽ, നമ്മുടെ വീട്ടിൽ പന്തി കയറുമ്പോൾ തോന്നിയാൽ, ഒരു ഇരുട്ട് കയറി തോന്നിയാൽ, ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച തീ അഭിഷേകം ഇപ്പൊ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞു പാടി അങ്ങോട്ട്. ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ഏലീസ ചോദിച്ചപ്പോൾ പുതപ്പെടുത്ത് 4 മുടക്കി യോർദാൻ അടിച്ചപ്പോൾ ഏലിയാവിന്റെ ദൈവം വന്നതുപോലെ ഏലിയാവിന്റെ ദൈവം തേടി വരും. വിശ്വസിക്കുന്നവരാ ഈ വക അടയാളം. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതു ഭാഷകളിൽ സംസാരിക്കും. വിഷമായത് കുടിച്ചാലും ഹാനി വരികയില്ല. വിഷമായത് കുടിച്ചാലും ഹാനി വരത്തില്ല. വിഷമത കൈവശം. നീ തിന്നാലും കുടിച്ചാലും ഒരു ചുക്കും തന്നെ സംഭവിക്കത്തില്ല. ഹാനി വരികയില്ല. രോഗികളെ വേണ്ടി കൈവയ്ക്കും. ചവിട്ടി പടപട നടക്കും. ആമേൻ. ഇത് കാത്തിരിക്കുന്നവർക്കുള്ളതാ. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. പോട്ടെ, നീതിമാന്റെ തലയിലോ കിരീടം ശോഭിക്കും. പിടിക്കാതെ ഇനി പോകുന്നവർ പോവാൻ, നിൽക്കുന്നവർ നിൽക്കാം, കുഴപ്പമില്ല. പോകുന്നവർ പോയിരിക്കാം, നിൽക്കുന്നവർ നിൽക്കാം. ശക്തി എന്ന് പറയുന്നത് അത് ഉയരത്തുനിന്ന് വരണം. അവിടെ നിന്ന് പാക്കേജാ, അതിന്റെ പേരെഴുതി. ഈ ശക്തി ഇന്നാർക്കുള്ളതാ. എന്നാൽ 2 ദിവസം പ്രാർത്ഥനയ്ക്കേ ഉള്ളൂ. വാങ്ങിച്ചു പറയും ദിവസം. അവനൊന്ന് മൂടിക്കോ. എല്ലാ നാവും പാടി വാഴ്ത്തും ശക്തി. ഹോലി നെയിം.
നിന്നെ ആരോ എടുത്തുകൊണ്ട് പോകുന്നപ്പോൾ ഏലിയാവ് ദൂതന്മാർ എടുത്തുകൊണ്ടുപോയി, ഫിലിപ്പോസിനെ ദൂതന്മാർ എടുത്തുകൊണ്ടുപോയി. പോ പോ ഗോ. യേശുവിന്റെ പ്രസന്നത്തിൽ ഞാൻ சிறையில்லாமல் பறக்கிறேன், உமது சமூகத்தில் குறவில்லாமல் வாழ்கிறேன். உம்முடைய சமூகத்தில் சிறையில்லாமல் பறக்கிறேன், உம்முடைய சமூகத்தில் குறவில்லாமல் வாழ்கிறேன். உம்முடைய பிரசன்னத்தில் சிறையில்லாமல் பறக்கிறேன், உம்முடைய சமூகத்தில் குறவில்லாமல் வாழ்கிறேன். என் சொந்தமானிரே, என் கோட்டையானிரே, என் துருவமானிரே, என் சொந்தமானிரே, என் சொந்தமானிரே, என் கோட்டையானிரே, என் துருவமானிரே, என் சொந்தമാനിരേ. ഈ ശക്തി നിൽക്കുമോ? നീ നിൽക്കുമോ? ബലമുണ്ടോ? അവന്റെ അഗ്നി മുൻപായി, അവന്റെ അഗ്നി മുൻപായി നിൽപ്പവൻ ആർ? പവർ പ്ലീസ്. താങ്ക് യു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ദാവീദേ, നിനക്ക് വേണ്ടി സൗജന്യമായി ഒരു കൊമ്പിനെ ഉയർത്തുന്നവൻ ഈ പെട്ടകത്തിനകത്ത് നിൽപ്പോണ്ട്. അവന്റെ അഗ്നിക്കണ്ണുകൾ, അവന്റെ വായിന്ന് പുറപ്പെടുന്ന തീ മാനങ്ങൾ, അവന്റെ നാക്കിന്ന് പുറപ്പെടുന്ന വാർത്തകൾ യഹോവ ഈരെ എന്നുള്ള വാക്കാണ്. ആരോ ഏറ്റെടുത്ത് യഹോവ ഈരെ, യഹോവ ഈര. എത്ര ആമേൻ പറയൂ. അവൻ കരുതിക്കൊള്ളും. നീ ജയിച്ചു, ജയിച്ചു. യെസ്, നിന്റെ വഴി ഓക്കെ, ഓക്കെ. ബ്ലഡ് ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. രാജാന്റെ 2 ദൂതന്മാർ നിന്റെ കൈ പിടിച്ചുകൊണ്ട് കാണുന്നത്. അതാ കുറച്ച് നേരം കൊണ്ടേ, കുറെ നേരം കൊണ്ടേ കാണുന്നത്. ആരുമില്ലാത്ത എനിക്ക് നീ മാത്രമേ ഉള്ളെന്ന് തോട്ടത്തിൽ കൂടെ നീല് പറഞ്ഞിട്ട് വന്ന ഇറക്കത്തിൽ കൂടെ. ആരുമില്ലാത്ത എനിക്ക് നീയേ ഉള്ളു. അവന്താ നിന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. രാധാനി വാങ്ങിക്കോ, നിന്റെ കയ്യെ അവൻ പിടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ടോ? അവൻ പിടിച്ചാൽ നിന്റെ കാൽ വഴുതി പോകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാൽ കല്ല് മുട്ടുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവൻ ആരോ ഏറ്റെടുക്കുന്ന അവർക്കാര് ഏറ്റെടുക്കുന്നവർ സംഭവിക്കട്ടെ. സമർപ്പിക്കും, സമർപ്പിക്കും. ബ്ലസ്സിംഗ്. ആമേൻ. 4-ാമത്തെ ലൈൻ ഒന്ന് വായിച്ചു തന്നെ, 1-ാം സംഗീതം. വേറെ വചനത്തെ സമയമില്ല, അതുകൊണ്ട് അറിവിട്ട് നിൽക്കുന്നു. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അതെ, അടുത്തത്. അതുകൊണ്ട് ദുഷ്ടന്മാർ ന്യായ വിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിൽക്കാൻ പറ്റുമോ? പാപം ചെയ്യുന്നവനും ചെയ്യാത്തവനും എങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറ്റും? അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കാൻ പറ്റും. ജാതിയോട് ഇടകലരാൻ പോകത്തില്ല, ജാതിയോട് കഥ പറയാൻ പോകത്തില്ല. പറയാൻ പോയാൽ അവരെ കാട്ടി കേടാടി നീ മാറും. അവരെ ഇരുട്ടും അന്ധകാരമെല്ലാം നിന്റെ മണ്ടയ്ക്ക് കയറും. ആൾക്കാർ ആസ്മ രോഗമുള്ള മുന്നിൽ വിധിക്കരുത്. അവൻ ചുമച്ച് അവന്റെ തീർന്ന് നിനക്ക് തരും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അതുപോലെയാണ് ഈ ഭൂതം ബാധിച്ചവന്റെ കൂടെയും പിശാച ആരാധന കൂടെ നീ കഥ പറയാൻ പോയാൽ അവൻ പറഞ്ഞു അവന്റെ ഭൂതന്റെ മണ്ടയ്ക്ക് കയറ്റും. അതൊന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അടുത്തല്ലേ, യഹോവ ആരെ അറിയുന്നു? ജാതി ദൈവം അറിയുമോ? നോ. യഹോവ നീതിമാന്മാരുടെ വഴിയെ അറിയുന്നു.
നീ നീതിമാനായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിന്റെ വഴി അവൻ അറിയും. അവൻ അറിയും, ഉറപ്പായിട്ട് അറിയാമൻ. ആ ദുഷ്ടന്മാരുടെ വഴിയോ വിനുപ്രത മനസ്സിലായല്ലോ. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്ത തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഓക്കെ, നാസകരം. അതിന് മൂന്നാമത്തെ ലേഖനം ഒന്ന് വായിച്ചു കഴിഞ്ഞു. 3 ആര് ആരാ രണ്ടാമത്തെ വായിക്കാൻ മനസ്സിലാവും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ എന്നുവെച്ചാൽ അവന്റെ വചനത്തിൽ സന്തോഷിച്ച്, ഓക്കെ, രാപ്പകൽ ധ്യാനിക്കുന്നവൻ. അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്, തിരക്ക് കൊണ്ട് അരമണിക്കൂർ. തിരക്കുള്ളവനവൻ യേശു പറഞ്ഞിട്ടുണ്ട്, തിരക്കുള്ളവൻ എനിക്ക് വേണ്ട, ഞാൻ അതുകൊണ്ട് വെക്കോ. തിരക്കുള്ളവൻ യേശുവിന് വേണ്ട. രാപ്പകൽ ധ്യാനിക്കുന്നതിന് മാത്രമേ കഥ അംഗീകരിക്കത്തുള്ളൂ. നമ്മുടെ ന്യായം ഒന്നും യേശു അംഗീകരിക്കത്തില്ല. അവൻ രാജാവാ, അവൻ പറഞ്ഞത് കേട്ടേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ദൈവത്തെ നേരിട്ട് ആരാധിക്കുന്നവൻ ആത്മീയത്തിൽ നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, അവൻ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. സാധാരണ എങ്ങനെ ഇരിക്കും അവൻ? ഇല വാടാത്ത. നിനക്കറിയാം, ഒരു ഇല മുറിച്ചിട്ട് സെക്കൻഡ് കൊണ്ട് വാടുന്നുണ്ട് അല്ലേ? പക്ഷെ ദൈവത്തെ ആരാധിക്കുന്നവൻ ഇല വാടാത്ത വൃക്ഷം പോലെ. നിന്റെ തൂത് മറക്കല്ലേ, ഇല വാടാത്ത വൃക്ഷം പോലെ നീ നിനക്കുള്ളവൻ ജീവിക്കും, ജീവിക്കും, സമർപ്പിക്കും. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഔഷധമാണ്, തേൻകട്ടയാണ്, മധുരം പലഹാരം, സ്നേഹമാണ്. വ്യാജമില്ലെങ്കിൽ സിനിമ കാണത്തില്ല, സീരിയൽ കാണത്തില്ല, പിന്നെ ചീത്ത സിനിമ കണ്ട് മൊബൈലിൽ പിടിച്ച 24 മണിക്കൂർ ഇരിക്കത്തില്ല. ഒരുമാതിരി ജീവിക്കാം, ഇനി സ്വർഗത്തിൽ പോകാം. ഇത് കാണുന്ന ഒറ്റ ഒരു പുഴു പോലും സ്വർഗത്തിൽ പോകും. അതുപോലെ പ്രാർത്ഥിക്കാത്തവനെ തിന്നുകളയും. അവരെ വഴി അടച്ചു കൂട്ടി കിട്ടുമെന്നേ, വഴി തുറക്കുന്ന പോലെ തോന്നും, വഴി അടഞ്ഞുകൊണ്ട് തന്നെ പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ജ്ഞാനത്തോടെ. താങ്ക് യു. ഇപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയം ഏറ്റവും നല്ലതും ബെസ്റ്റും കൊടുക്കുക. എല്ലാ കൈകളും ഉയർത്തി ഡേവിസിന് വേണ്ടി. കർത്താവ് ഡേവിസ് അനുഗ്രഹത്തോടെ മടങ്ങി പോകണം. ഇനി ഇവിടെ വന്ന് പങ്കെടുത്തു ആരാധനയായിരിക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ നിരക്കൃപ ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സുഖമായി എത്തി അനുഗ്രഹത്തോടായിരിക്കുക. ഈ ആഴ്ച എക്സാം എഴുതാൻ പോകുന്നവർ, പഠിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആദ്യമായി കടന്നു വന്നവർ, അവരവരുടെ വിഷയങ്ങൾ, ശക്തി, ബലം, കൃപ എല്ലാം പറയും. കർത്താവേ, പുള്ളിച്ചേട്ടൻ്റെ ആ പണി പൂർത്തിയാകുവാൻ, എല്ലാം ഭംഗിയാകുവാൻ, തടസ്സമെല്ലാം മാറുക, പ്രയാസം, ബുദ്ധിമുട്ട് മാറുക, എല്ലാ ഭാരവും ദുഃഖങ്ങൾ മാറുക, വേദനകൾ മാറുക, എല്ലാം അനുഗ്രഹമായി തീരുക, ഉയർച്ചയായി തീരുക, എല്ലാം അനുഗ്രഹമായി തീർക്കണം. നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങളെല്ലാം ശക്തിയോടെ ചുരുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാക്തത്തിന് വിശ്വസനും വാക്കുമാറാത്തനുമാണ് ഞങ്ങളുടെ സമസ്ത. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം, 5-ാം മാസത്തിന് 4-ാം ദിവസം കർത്താവേ, മധ്യാഹ്ന സഭയിൽ ഞങ്ങളെ ഫലമുള്ള ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്ക് ആയുസ്സും. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാവുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവെ അല്പസമയം സ്തുതിപ്പാനും പാടുവാനും വാഴ്ത്തുവാനും കർത്താവെ നല്ലൊരു സങ്കീർത്തനം തന്നു, നല്ലൊരു ആരാധന തന്നു, നല്ലൊരു വചനം തന്നു. കൃപയ്ക്ക് അയച്ചു. എത്രയോ ആത്മാക്കൾ കർത്താവെ ഞങ്ങൾ ശ്രേഷ്ഠരായ ലോകത്തിൽ ദിനം പ്രതിയായി മാറ്റപ്പെടുമ്പോൾ വീണ്ടും അയ്യം പിടിക്കുമ്പോൾ ഞങ്ങളെ ഇത്രത്തോളം കാത്തുകൊണ്ട മനമേ കോപേ വാഴ്ത്തുക, സർവാനുഗ്രഹങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ കോപേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവേ, അങ്ങ് തന്ന ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു.
നല്ലൊരു സങ്കീർത്തനം കർത്താവെ ആ കുഞ്ഞിനെ കർത്താവെ അനുഗ്രഹിക്കുന്നതിനായി ഒരു യാത്രയെല്ലാം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പുരുഷന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപിട വഴി നിൽക്കാതെയും പരിഹാസികളെ ഇരിപ്പെടുത്തിയിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ ആ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ നിങ്ങളുടെ തിരുവചനമാകിയാൽ സ്തോത്രം. കർത്താവെ ഓരോ ആത്മാക്കളും കർത്താവെ ആ പകൽ ധ്യാനിപ്പാൻ അവർ കൃപയും ശക്തിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കുലശേഖരത്തെ ഫംഗ്ഷനെ എല്ലാ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അതിന്റെ പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് കർത്താവെ നല്ലൊരു ആരാധന നടത്തുവാൻ കർത്താവെ കൃപ തരുന്നതിനായി ആരാധനയിൽ കർത്താവെ സംബന്ധിക്കുവാൻ എല്ലാവർക്കും കർത്താവെ അവർക്ക് വരുവാനും കർത്താവെ എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കുന്ന കൃപയ്ക്കായി കർത്താവെ സഭയിലെ 2-3 സഭയിലെ ആത്മാക്കളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണ ശക്തി എടുക്കണേ. അവരുടെ ആവശ്യങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതുവരെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ അവന് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു കർത്താവെ അവന്റെ കർത്താവെ വിഷയം എല്ലാം എത്രയും വേഗം പൂർത്തീകരിച്ച് കർത്താവെ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുവാൻ അവന് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്നു. എക്സാം എഴുതിയ കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. നല്ല റിസൾട്ട് കൊടുത്ത് കർത്താവെ അവരുടെ ഭാവിയിൽ കർത്താവെ ഹല്ലേലൂയ ബലപ്പെടുത്തണേ. അവർ പെടുന്ന കർത്താവെ ഹല്ലേലൂയ പിശാചിനെ ഈ ലോകത്തിന്റെ ചിന്തയിൽ അകപ്പെടുത്താതെ കെട്ടാതെ കർത്താവെ അവർക്ക് ബുദ്ധിശക്തിയും കൊടുക്കുന്ന കൃപയ്ക്കായി ജോലിയിലായിരിക്കുന്ന കർത്താവെ സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവരെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർക്ക് ജോലിയിൽ കൂടെ ഇരിക്കണമേ, യാത്രയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയ കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഒരു ശുശ്രൂഷയെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഓടുവാനും കർത്താവെ ഹല്ലേലൂയ മാൻപേട കാല് പോലെ ആക്കുവാൻ കർത്താവെ സഹായിക്കണം. ബലപ്പെടുത്തണ ശക്തീകരിക്കണം. ചൂട് പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെ വലിയ സകല ദുഷ്പ്രവൃത്തിയാലും താവടിയാലും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പത് ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുന്നു സൈനികരെ യഹോവയെ അരുളി ചെയ്യുന്നു. യഹോവ നാമത്തെ ഭയപ്പെടുത്തി നിങ്ങൾക്കോ നീതി സൂര്യൻ തന്നെ ജനം കീഴിൽ രോഗശാന്തിയോട് ഉദിക്കും. നിങ്ങളും പുറപ്പെടുത്തൊടുത്ത് പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടുക നിങ്ങളുടെ തിരുവചനമാകിയാൽ സ്തോത്രം. കർത്താവേ യഹോവയുടെ നാമത്തെ ഭയപ്പെടുത്ത ഓരോരുത്തർക്കും നിത്യവിന് പ്രത്യാശ ജീവിതം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെയും കർത്താവെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നേടിയത് കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ബലപ്പെടുത്തണ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ സഭയിലെ ആത്മാക്കളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സഹായിക്കണേ, ശക്തി. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോകാത്ത ഒരു നാഥൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നസ്രായനായ യേശുവിനെ നാം താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ കിട്ടുത്തം കാണണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ തൊട്ടതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ സമാധാനവും പരിശുദ്ധാത്മാവ് എന്നതിന്റെ കൂട്ടായ്മയും കർത്താവെ യുകെയിൽ വന്ന ഡേവിസിനോടും അവരുടെ ഫാമിലിയോടും ആദ്യമായി കടന്നു വന്നവരോടും സഭയോടും എല്ലാ കുടുംബങ്ങളോടും എല്ലാ വിഷയത്തോടും എല്ലാ കാര്യങ്ങളോടും ആ ഡെഡിക്കേഷൻ പ്രേസാംശം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ചെയ്യുന്ന കർത്താവിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. Email firegardenpta@gmail.com.